ಶನಿವಾರ ಮಧ್ಯಾಹ್ನ ರೇಡಿಯೋ ಸಿಟಿ 91.1 ನೀವು ಕೇಳ್ತಾ ಇದ್ದೀರಾ ರೌಂಡ್ ರೌಂಡ್ ರಾಜಸ್ ನಿಮ್ಮ ಜೊತೆಗೆ. ತಾನೇ ಆಫೀಸಿಗೆ ಬರಬೇಕಾದ್ರೆ ಒಂದು ಬೋರ್ಡ್ ನೋಡಿದಿರಿ. ಬೋರ್ಡ್ ಅಲ್ಲಿ ಏನಂತ ಬರ್ತಿತ್ತು ಗೊತ್ತಾ? ಬ್ರೇಕ್ಔಟ್. ಬಸ್ ಹಿಂದೆ ಇರುವಂತ ವ್ಯಾಲೆಂಟೈನ್ಸ್ ಡೇ ಬರ್ತಾ ಇದೆ. ಮಾಡ್ಕೊಡುದು ಯಾವ್ದ್ರಿಂದ ಅಂದ್ರೆ ವ್ಯಾಲೆಂಟೈನ್ಸ್ ಡೇ ಬರ್ತಾ ಇದೆ. ಮಾಡ್ಕೊಂಡಿದ್ದ ಹೇಳ್ತಾ ಇದ್ರು. ശ്രീ ഡീ ഇവിടെ താമസിച്ച സെപ്റ്റിക്കായി ഞാൻ ചാവോ? എന്താണ്ടായേ? തലയിൽ വീഴേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് കയ്യിലാ വീണത്. നിനക്ക് ബാത്റൂമിലെ ഷവറിന്റെ പൈപ്പ് ഒന്ന് മാറ്റിക്കൂടെ? അത് താഴെ വീണു, അതന്നെ. ഓ മൈ ഗോഡ്. ഡി പിന്നെ താഴെ ആരെങ്കിലും വന്നിരുന്നോ? ആ, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ കുളിക്കായിരുന്നു. എന്തേ? ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എനിക്ക് രാവിലെ ഫ്ലൈറ്റിന്ന്. എടി നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ? ഏയ് കുഴപ്പമില്ല. ശ്രീ എന്താ ശ്രീ? കാണുന്നില്ല. ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതല്ലേ അവൻ? എന്നിട്ട് അറിയില്ല. നീ ടെൻഷൻ ആവണ്ട, ഞാനൊന്ന് പുറത്തു നോട്ടെ. അടി ഉയരത്തിലുള്ള ഫാനിന്റെ മേലെ തോർത്തെടുത്തെറിയാൻ എന്റെ ചെക്കൻ എന്താ ഭ്രാന്തുണ്ടോ? അതല്ല അങ്കിളെ, ഞാൻ പറയുന്ന കേക്ക്. എന്റെ മോൻ എവിടെ പോയി? എനിക്ക് അതറിഞ്ഞാ മതി. രാത്രി ഉറങ്ങാൻ കിടന്നവനെ രാവിലെ നോക്കുമ്പോ കാണുന്നില്ലെന്ന് നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ മതി. ഞങ്ങൾക്ക് അറിയില്ല അങ്കിളെ. ഞാനും ശ്രീയും കൂടെ രാവിലെ ജോഗിങ്ങിന് പോയതാ. തിരിച്ചു വന്നപ്പോഴാ ഇതൊക്കെ അറിയുന്നേ. നിഷേ, നിങ്ങളെ വിശ്വസിച്ചാ ഞാൻ അവനെ അങ്ങോട്ട് വിട്ടത്. എന്റെ മോൻ എന്തേലും പറ്റിയ അറിയാലോ എന്നെ. എടി സത്യം പറ, ഡിഡ് യു ഹിയർ എനി സൗണ്ട്? തൊട്ടപ്പുറത്ത് റൂമിലായിട്ടും. നോ ഡി, ഞാൻ ഓൾറെഡി ലേറ്റായി. എൻ്റെ ക്യാബ് വന്നിട്ടുണ്ട്. ഞാൻ ഇറങ്ങിക്കോട്ടെ. ചിലപ്പോൾ ശ്രീ ആയിരിക്കും. ഈശ്വര, അവനെ കിട്ടിയാൽ മതിയായിരുന്നു.
നിനക്ക് ഇന്ന് തന്നെ പോണോടാ? യാ പോയേ പറ്റൂ. ദിവ്യ പോവാണോ? യെസ്, ഐ ആം ഓൾറെഡി ലേറ്റ്. ശ്രീ എന്താ? ശ്രീ ശ്രീ എന്തെങ്കിലും വിവരം? വിവരം അതില്ലാത്ത നമുക്കാ. എല്ലായിടത്തും നോക്കിയോ? നമുക്കിത് പോലീസിൽ പറയണ്ടേ? പറയണം. പക്ഷേ അതിലിവിടെയുള്ള ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ? ശ്രീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ഓർമ്മയുണ്ടോ നിഷ, അന്ന് അവനോട് ആദ്യമായി വന്ന ദിവസം? അളിയനോ? എടാ സനീഷ, നീയാ? നീ എന്താ പെട്ടെന്ന്? ഓ ഒന്നും പറയണ്ടേ ചേച്ചി, നാട്ടിൽ ഫുള്ള് ശോകമാണ്. അല്ല, ഇവിടെ ബാംഗ്ലൂർ എന്താ പരിപാടി? ജോലി ഇതെന്നും പറഞ്ഞൊരു പെണ്ണെന്നെ തേച്ചിട്ട് പോയി. ഈ പെണ്ണുങ്ങളെല്ലാം എങ്ങനെ? ഇനി ഒരു ജന്മത്തിന് എനിക്കൊരു കല്യാണമില്ല, ഒരു ജോലി, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് സെറ്റാവുന്നത് വരെ നിങ്ങളുടെ കൂടെ സന്തോഷത്തിലും സങ്കടത്തിലും ഞാനും ഉണ്ട്. എടാ, അമ്മയുടെ നടുവേദന എങ്ങനെയുണ്ട്? അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ആ പശുവിനെ വിട്ട് കഴിഞ്ഞാൽ തന്നെ അമ്മയുടെ നടുവേദന പാതി മാറും. പക്ഷെ പറഞ്ഞ കേൾക്കില്ല. ശ്രീ പറയുന്നത് അതും ഈ മിസ്സിംഗും തമ്മിൽ? നിന്റെ ഈ ഫ്രണ്ട് ദിവ്യയെ നിനക്ക് എത്ര നാളെ അറിയാം? ഹേയ്, അവൾ ഇതിൽ ഇൻവോൾവ് ആണെന്ന് തോന്നില്ല. അവളുടെ പെരുമാറ്റം ഇങ്ങനെ തന്നെയാ. ആരോടും വലിയ അടുപ്പമോ കമ്മിറ്റ്മെന്റോ ഒന്നും വെക്കാറില്ല. ഏയ്, അവൾക്കിതില് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശ്രീധരേട്ടനെ സംശയിക്കണ്ടേ? അവനുള്ളപ്പോഴല്ലേ അയാളും വന്നത്. ഈ ബേസിൽ പോയിന്റ് വേണ്ട. അല്ല, ഇതാര്? നമ്മുടെ ശ്രീകുട്ടന്റെ ഭാര്യയല്ലേ? ചേട്ടാ, എന്തൊരു അറിയിപ്പില്ലാതെ? നീ ഇവിടെ ഉണ്ടായിരുന്നോ? രാവിലെ തൊട്ട് വിളിച്ചിട്ട് കിട്ടിയില്ലോ നിന്നെ. ഓ, ഫോൺ മേലെയാണ്, ഞാൻ ഓഫ് ആയതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഓ, ഇതെന്റെ നാട്ടുകാരനാ, ശ്രീധരേട്ടൻ. നമ്മുടെ സ്വന്തം ആളാ. ഞാൻ എടുത്തു നടന്ന കുട്ടിയാ. ഇതൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേടാ? അതേട്ടാ, ജോലി ഒരുമിച്ചാ. ആ, ഞാനേ 1-2 ദിവസം ഇവിടെ ഉണ്ടാവുകടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ആ, എനിക്കറിയാൻ ബുദ്ധിമുട്ടാവില്ലാന്ന്. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ശരി എന്നാ. ആ മോളെ, എനിക്ക് ഈ ബാംഗ്ലൂർ ഭക്ഷണം ഒന്നും പിടിക്കില്ല. നല്ല കുത്തരി ചോറും പുളിശ്ശേരി 2 അയില വറുത്തതും. രാത്രിക്കോ കപ്പ മീൻകറി മതി. വിശപ്പൊക്കെ കുറവാ. ആ പിന്നെ ഇവിടെ ഈ ബാംഗ്ലൂർ സ്പെഷ്യൽ ഒബോട്ടും ഇല്ലേ മോളെ? പണ്ടൊരിക്കൽ വന്നപ്പോ കഴിച്ചതാ. നല്ല ടേസ്റ്റാ. ഒരു ദിവസം വൈകുന്നേരം അതും ഉണ്ടാക്കിക്കോ. ഇതിലിപ്പോ എന്താ കുഴപ്പം? ഇതില് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതവരെന്തെങ്കിലും പറഞ്ഞായിരിക്കും. എന്നാ പിന്നെ അതിനുശേഷം വന്നത് Yes, tell me. എടാ ശ്രീകാന്തേ, നിനക്കെന്നെ മനസ്സിലായില്ല? എനിക്ക് നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ. അതല്ലടാ, പണ്ടത്തെ നമ്മുടെ ആ കുന്നുംപുറത്തെ സ്കൂളും അവിടെ നമ്മൾ ഒരുമിച്ച് കശുമാവിൽ കയറി കശുമാങ്ങ പറിച്ചതും യൂണിഫോമിൽ കറയായതും ഒന്നും ഓർമ്മയില്ല? സോറി, എനിക്ക് എടാ, ഞാൻ നിന്റെ കൂടെ പഠിച്ച അനിലാടാ. അനിൽ? എനിക്കങ്ങോട്ട് ഓർമ്മ. അനിൽ പുരുഷോത്തമൻ. പുരുഷു പുരുഷു, അത് പറ. പുരുഷു എടാ, നീ ആകെ മാറിയല്ലോ. എടാ, എത്ര നാളാണ് കണ്ടിട്ട്. അല്ല, നീ എങ്ങനെ ഇവിടെ? ഹായ് ഹായ്. ഹായ് തേക്ക്. എന്റെ വീടിന്റെ പണി നടക്കുമല്ലടാ. ഇവിടെ നല്ല ഗ്രാനൈറ്റ് കിട്ടുമെന്ന് നമ്മുടെ പഴയ അഷ്റഫ് പറഞ്ഞു. അങ്ങനെ ചാടിയതാ. അല്ല, നിന്റെ ഫോണിന് എന്ത് പറ്റി? രാവിലെ മുതൽ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ. അല്ല, എന്റെ നമ്പർ അവിടെ നീട്ടി.
അതൊരു വലിയ കഥയാ. ആദ്യം ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ. ആ ബുദ്ധനെ കണ്ടല്ലോ. ബുദ്ധം ശരണം ഗച്ഛാമി ശരണം ശരണം ഗച്ഛാമി. ബാത്റൂം അറ്റാച്ച്ഡ് അല്ലേ? സോപ്പൊക്കെ ഉണ്ടല്ലോ. ആ ബുദ്ധൻ ശരണം ഗച്ഛാമി. അയ്യോ, അവനെ കുറ്റം പറഞ്ഞ ദൈവം പോലും പൊറുക്കില്ല. ഒന്നുമില്ലേലും നമ്മുടെ നാട്ടിലൊരു തുണ്ട് ഭൂമി എന്ന് പറഞ്ഞ സ്വപ്നം അവൻ കാരണല്ലേ സാധിച്ചത്. ശരിയാ, ഇവിടെ വന്നവരിൽ ആകെ ഒരു ഗുണം ഉണ്ടായത് അയാളെ കൊണ്ട് മാത്രം. അളിയോ, സോറി അളിയാ, പ്രത്യേക സാഹചര്യം ആയോണ്ടാ പറയാണ്ട് ഇറങ്ങി വന്നത്. കുറച്ച് ദിവസം മുന്നെയാണ് അളിയാ ഞാൻ ആ ടെറസിൽ വെച്ച് എൻ്റെ സോളിനെ കണ്ടത്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ സിമ്രാൻ ആള്. നമ്മുടെ ലോക്കൽ മലയാളി പെണ്ണുങ്ങളെ പോലെ അല്ല ഇവള്. ഇവൾക്ക് സ്നേഹത്തിൻ്റെ വില അറിയാം. ഇവളെ കണ്ട ആദ്യ കാഴ്ച തന്നെ കഴിഞ്ഞ എത്രയോ ജന്മങ്ങളായി ഞങ്ങൾ ഒന്നിച്ചായിരുന്നെന്ന് ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എനിക്കറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ അവളോട് എൻ്റെ കൂടെ പോരുന്നൊന്ന് ചോദിച്ചു. അവൾക്കും പൂർണ്ണ സമ്മതം. പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ തന്തപ്പടി കേണല് ചെന്നൈ പോയ ഗ്യാപ്പില് ഞങ്ങൾ ഇങ്ങ് ചാടി. ഇപ്പതേ ഗോവ എത്താറായി. അങ്ങേര് തിരിച്ചു വന്നാല് ഒന്ന് അളിയൻ പറഞ്ഞ് ഡീലാക്കി തരണം. അളിയൻ അതിൻ്റെ ഒരു നാക്കൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ ഇനി കുറച്ച് ദിവസം ഗോവയിലുണ്ടാവും. പിന്നെ പോരുമ്പോൾ അളിയൻ്റെ പേഴ്സ് ഞാനൊന്ന് എടുത്തു നോക്കി. ആകെ ഒരു 100 രൂപയല്ലേ ഉള്ളൂ. എനിക്കാകെ വിഷമായി. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ ഷെൽഫിലുണ്ടായിരുന്ന കുറച്ച് പൈസ ഞാനിങ്ങെടുത്തു. പിന്നെ ചേച്ചിയോട് അളിയും പറയണം, മേശയിലുണ്ടായിരുന്ന 2 വള ഞാൻ എടുത്തിട്ടുണ്ട്. പാവ സിമ്രാൻ, അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കങ്ങനെ ഒരു പെണ്ണെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോളിയാ? ഒന്നുമില്ലേലും നമ്മുടെ തറവാടിൻ്റെ പേരെങ്കിലും ഒന്ന് നോക്കട്ടെ. പിന്നെ അളിയൻ്റെ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ പുതിയ ചെരുപ്പും 1-2 ടീഷർട്ടും പിന്നെ ചേച്ചിയുടെ സൂക്കേസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും എല്ലാത്തിനും താങ്ക്സ് അളിയാ. അപ്പം എല്ലാം പറഞ്ഞ പോലെ. എൻ്റെ അച്ഛൻ തന്ന വളയാ. പോരാത്തതിന് ദീപാവലിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ പുതിയ സൂട്ട് കേസും. ഓ, അതാണ് അത്ര വലിയ കാര്യം. ആ കേണലിവിടെ വന്ന് എന്തൊക്കെ പുകയിലുണ്ടാക്കാൻ പോണേന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു എത്തും പിടിയും കിട്ടില്ല. എന്നാലും ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു മോളെ. ആകെ ഉള്ള ഒരു ആന്തര്യ ഏതോ അന്യഭാഷക്കാരിയുടെ കൂടെ പോയത്. അങ്കിളെ, ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഓ, അവളൊന്നും അറിയാപ്പിള്ള. നീ എങ്ങനാടി കെട്ടിയത്? 5-6 കൊല്ലം പ്രേമിച്ച് നടന്നിട്ടല്ലേ? ചെക്കനോട് ഓരോന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു കാണും. അല്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്തവനായിട്ട്. നീ അത് വിട്, കിടക്കാൻ നോക്ക്. ഉപകാരമൊക്കെ ചെയ്യുന്നത് നല്ലതാ, പക്ഷെ അത് അർഹിക്കുന്നവർക്കല്ലേ ഇതാണ് അവസ്ഥ. ആരാ ശ്രീ? കേണലാണോ? അല്ല, ഹരിയാ. ഇവനെന്താ ഈ നേരത്ത്? ഹലോ, പുരുഷ വന്നിരുന്നു അവിടെ. അവനെന്ത് പറ്റി? അവനൊന്നും പറ്റിയിട്ടില്ല. അവൻ പറഞ്ഞത് കേട്ട് നീ ചക്കരപ്പറമ്പിൽ സ്ഥലം എടുത്തിട്ടുണ്ടോ? ഒരു 50 സെന്റ്. ആ, എടുത്തു. കഴിഞ്ഞ ആഴ്ച. എന്തേ? ഈടാ, ഒരു പട്ടിക്കുഞ്ഞു പോലും വെറുതെ കൊടുത്താലും വാങ്ങാത്ത സ്ഥലം നീ എത്രക്കാ വാങ്ങിയത്? സെന്റിന് 5 പറഞ്ഞു. പുരുഷോ അത് 4 തന്നു. ഈടാ, അവിടെ സെന്റിന് 30,000 രൂപ പോലും ഇല്ല. ഒരു സ്ഥലമൊക്കെ എടുക്കുമ്പോ നിനക്ക് എന്നോടൊക്കെ ഒന്ന് ചോദിച്ചൂടെ? അവൻ നമ്മുടെ കൂടെ പഠിച്ചതല്ലേ, പറ്റിക്കുന്നു വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് വർഷം 20 കഴിഞ്ഞു മാഷേ. ഇതിനിടെ ഒരു മനുഷ്യന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി കാണും. ഇപ്പൊ അവൻ എന്താ ഫ്രോഡാന്നറിയാമോ? നിന്റെ നമ്പരും ചോദിച്ചവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ മനഃപൂർവ്വം കൊടുക്കാത്ത. ഇതിപ്പോ എങ്ങനെ എത്തിയോ ആവോ? എടാ, നിന്നെ ഞാൻ വിളിച്ചോളാം. വയ്ക്കട്ടെ. ശ്രീ, ഞാനൊരു കാര്യം പറയട്ടെ. US-ലേക്ക് 5 വർഷത്തേക്ക് ഒരു ഓഫർ വന്നില്ലേ നമുക്ക്? ഞാൻ പറഞ്ഞിട്ടല്ലേ അത് വേണ്ടാന്ന് വെച്ചേ. ഇപ്പം ആലോചിക്കുമ്പോൾ അതാ നല്ലതെന്ന് തോന്നുന്നു. ഓഫീസിലൊന്ന് ചോദിച്ചു നോക്കിയാലോ? കുറച്ചു കാലം പുതിയൊരു ലോകത്ത്, ആരുടെ ഒരു ഉപദ്രവമില്ലാതെ. വയ്യ, എനിക്ക് മടുത്തു ശ്രീ. നിഷേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ എന്ന സമയത്ത്? ഒന്നും ഉണ്ടായില്ല കയ്യിൽ, കുറച്ച് സർട്ടിഫിക്കറ്റുകളല്ലാതെ. പിന്നെ എപ്പോഴോ. ശ്രീ, അത് വിട്. ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട. നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. നമ്മൾ എന്നും ഇങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കും. ഇത് രണ്ടാളും നേരത്തെ ആണല്ലോ. ഞങ്ങൾ നേരത്തെ ഉണർന്നു, പിന്നെ ഓരോന്നും മിണ്ടിയും പറഞ്ഞിങ്ങ് പോന്നു. അത് നന്നായി. ഇനി പാർക്കും ഈ റോഡും നമ്മൾ ഈ ബാംഗ്ലൂരൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നോക്കണ്ട, ഞാനെല്ലാം അറിഞ്ഞു.
ചേട്ടാ നീ പോവല്ലേ? ഇനി 5-6 കൊല്ലം ഈ നാടും നാട്ടുകാരും ഒന്നും കാണണ്ടല്ലോ അല്ലേ? അതല്ലടാ, പോകണം. പോവാതെ പറ്റില്ല. അത് നന്നായി. അമൃതയ്ക്ക് US ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. നിങ്ങളവിടെ പോയി സെറ്റാവ്. എന്നിട്ട് വേണം ഞങ്ങൾക്കൊന്ന് അവിടെ ഒന്ന് അടിച്ച് പൊളിക്കാൻ. അപ്പം ശരിയല്ലയാ, ഓഫീസിൽ കാണാം. ചിലവുണ്ട്. ശരി. അല്ല ശ്രീ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിത് എങ്ങോട്ടാണ് ഓടുന്നത്? US-ലോട്ടോ? അവിടെയും സെറ്റായില്ലെങ്കിൽ അന്റാർട്ടിക്കയിലോട്ടോ? അവിടെയും സെറ്റായില്ലെങ്കിൽ ചൊവ്വേ പോവോ? എവിടെ വരെ ഓടും? ഇപ്പോഴും യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കാതെ US അല്ല എവിടെ വരെ പോയിട്ടും കാര്യമില്ല ശ്രീ. ഓക്കേടാ. ശ്രീ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? ആ, നാട്ടിൽ നിന്ന് വന്ന പലരും കോമൺ ആയി പറഞ്ഞ കാര്യം, എല്ലാവരും വന്നത് അമ്മയുടെ നമ്പർ വാങ്ങിയ. അതെന്താ അങ്ങനെ? ഇവിടെ വന്ന പലരും പറഞ്ഞ വേറൊരു കാര്യം നിഷ ശ്രദ്ധിച്ചോ? പലർക്കും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്ക് കുഴപ്പക്കാരെന്ന് വന്നവർക്ക് അമ്മേൻ്റെ അവസാന നമ്പർ മാറ്റിയാ കൊടുക്കാറ്. എന്നിട്ടും അവർ കൃത്യമായി ഇവിടെ എത്തും, കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എൻ്റെ അമ്മയെ എന്നെ പോലെ തന്നെയാണ്, ഒരു മണ്ടി. ആരുമില്ലാത്തപ്പോൾ ഒരു ഫിൽറ്റർ കോഫിയും കയ്യിൽ തന്ന് വന്നി മച്ചാന്ന് പറഞ്ഞ് വിളിച്ചു കയറ്റി സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്ന് നമ്മ സ്വന്തം ബംഗളൂരു. ഇതിനെ വിട്ട് അല്ലെങ്കിലും നമുക്കങ്ങനെ പോകാൻ പറ്റുമോ ശ്രീ? ദ സിറ്റി ഓഫ് മാജിക്കൽ വൈബ്സ് ആൻഡ് ദ പ്ലേസ് വെയർ ഐ ഗോട്ട് മൈ മൊമെൻ്റ് ഓഫ് ബാലൻസ്. എനിക്കെന്തോ മരണം വരെ ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല ശ്രീ. നമ്മളിവിടെ ജീവിക്കും നിഷേ, നമ്മുടെ ഈ സ്വന്തം ബാംഗ്ലൂരിൽ. സാർ, ശ്രീകാന്താണ്. ഞങ്ങളില്ല സാർ US-ലേക്ക്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ബാംഗ്ലൂരിൽ.